In the Over a Cup of Tea, we have a very special person. A person who chose a career very different from what she was doing. IT മേഖലയിൽ ഡോക്ടറേറ്റോളം വരെ പഠിച്ചതിന് ശേഷം കുറേ കാലം കോർപ്പറേറ്റ്സിനോടൊപ്പം വർക്ക് ചെയ്തതിൽ ഇപ്പോൾ മോഹിനിയാട്ടം, മ്യൂറൽ, ഡൂഡ്ലിംഗ് അങ്ങനെയുള്ള വ്യത്യസ്തമായ മേഖലയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. ലെറ്റ്സ് ഗെറ്റ് ടു നോ മോർ അബൌട്ട് ശ്രീദേവി പിള്ളൈ. ഫസ്റ്റ് ഓഫ് ഓൾ, വെൽക്കം ടു ഓവർ എ കപ്പ് ഓഫ് ടീ. യു ഹവ് ബീൻ അസോസിയേറ്റഡ് വിത്ത് ഫോർ എ ലോങ് ടൈം. ഒരു കാര്യം, ഇത്രയും ആൾക്കാരെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്തും ദർ ഈസ് എ പാഷൻ വിച്ച് ഡ്രൈവ്സ് എവറി പേഴ്സൺ എന്നുള്ളത് അറിയാവുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ, ഹൗ ഡിഫിക്കൽട്ട് വാസ് ഇറ്റ് ടു ചേഞ്ച് ഫ്രം വാട്ട് യു ആർ ഡൂയിങ് ആൻഡ് വാട്ട് യു ആർ ഡൂയിങ് നൗ? ഇറ്റ് വാസ് ക്വൈറ്റ് ഡിഫിക്കൾട്ട് എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ വേറൊരു കോർപ്പറേറ്റ് ജീവിക്കുമ്പോൾ യു ഹാവ് എ ടൈം ടേബിൾ, അതിലിങ്ങനെ ജീവിച്ച് വരുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ഷിഫ്റ്റ് വരാനായിട്ട് ഇച്ചിരി ഡിഫിക്കൽട്ട് തന്നെയാണ്. ബിക്കോസ് ആർട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇറ്റ്സ് വെയർ ടൈം ടേബിൾസ് ഡോണ്ട് റിയലി വർക്ക്. യു ഹാവ് ടു ബി മോർ ക്രിയേറ്റീവ്, യു ഹാവ് ടു ബി സ്പോണ്ടേനിയസ്. അപ്പോൾ അതിൽ വന്നപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ച പോലെ സമയത്തിന് കാര്യങ്ങൾ തീരില്ല. ഇപ്പോൾ തന്നെ ഒരു വർക്ക്, പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് തുടങ്ങണമെന്ന് വിചാരിച്ചാൽ നമ്മൾ അത് വിചാരിച്ച സമയത്ത് തീർക്കാനോ അത് വിചാരിച്ച പോലെ പ്രോഗ്രസ് ചെയ്യാനോ പറ്റത്തില്ല. അതിലൊക്കെ ആദ്യമൊക്കെ കുറച്ച് നല്ല ഫ്രസ്ട്രേറ്റഡ് ആവുമായിരുന്നു. ബട്ട് ലേറ്റർ ഇറ്റ് ഈസ് മോർ ഐ റിയലൈസ് അതിൻ്റെ യു ടു എൻജോയ് ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ് റൈറ്റ് നൗ. അങ്ങനെ ചെയ്ത് പോകുമ്പോൾ അതിനകത്തൊരു പെർഫെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് റിയലൈസേഷനാണ് എനിക്ക് ഏറ്റവും വലുതായിട്ട് ഉണ്ടായത്. പക്ഷേ മറ്റിടത്തൊക്കെ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു സ്ട്രിക്റ്റ് ടൈം ലൈൻ ഉണ്ട്. അതിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഇഷ്യൂസ് വേറെ വരുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ ഇല്ല. Moreover, you are doing it on your own. There are some like-minded people with you. And, it is not like it is a compulsion. അത് ചെയ്ത് തീർത്ത് എന്തോ പ്രസൻറ്റ് ചെയ്യണം എന്നല്ല. You are finally ready and then you present something. So, അതാണ് എനിക്ക് അതിനകത്ത് വലിയ ഡിഫറൻസ് ആയിട്ട് തോന്നിയത്. ഒരു ഗ്രഡേഷൻ, അതായത് ആദ്യം യു ചോസ് മോഹിനിയാട്ടം. വൈ മോഹിനിയാട്ടം? ആ ഗ്രഡേഷനിൽ മോഹിനിയാട്ടത്തിന് ശേഷം കളരിക്ക് ശേഷം മ്യൂറൽ, ഡൂഡ്ലിംഗ്, അങ്ങനെയുള്ള ഈ മേഖലകളുടെ പ്രോഗ്രഷൻ എങ്ങനെയായിരുന്നു? ഓക്കെ, ശരിക്കും എൻ്റെ പാഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഇപ്പോഴും അതിനൊരു കംപ്ലീറ്റ് ഇടാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് കൊച്ചിലെ മുതൽ ഡാൻസ് പഠിക്കണം എന്നുണ്ടായിരുന്നു. സ്റ്റേജ് ഡാൻസ് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ സ്റ്റേജിൽ പെർഫോം ചെയ്യണം, ഞാൻ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ആഗ്രഹം വലുതായിട്ട് സ്കൂളിലൊന്നും നടന്നില്ല. I was more ഒരു ടോം ബോയ് പോലൊരു ക്യാരക്ടർ ആയിരുന്നു ഞാൻ. I was there on stage but never for classical dance or anything, but more like some kind of skit or something like that. അപ്പോൾ എൻ്റെ മോള് ഡാൻസർ ആയിരുന്നു കുറേ നാൾ. അപ്പോൾ ഡാൻസ് പഠിക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ പോയി വാച്ച് ചെയ്യും, വല്ലപ്പോഴും ഒക്കെ വാച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ ഷീ ആസ്ക്ഡ് മീ വൈ ഡോണ്ട് യു ഓൾസോ ഡാൻസ്, ബിക്കോസ് ഐ യൂസ് ടു ഗിവ് എ ലോട്ട് ഓഫ് കമൻസ്. അതിങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഐ തിങ്ക് ഷീ ഗോട്ട് ഫെഡ് അപ്പ് വിത്ത് ദാറ്റ് ആൻഡ് ഷീ ടോൾഡ് മീ വൈ ഡോണ്ട് യു ടേക്ക് അപ്പ് ഡാൻസ് ആൻഡ് ഡു ഇറ്റ് മച്ച് ബെറ്റർ കൈൻഡ് ഓഫ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം നോക്കിയപ്പോൾ ഭരതനാട്യമുണ്ട്, മോഹിനിയാട്ടമുണ്ട്. അപ്പോൾ അറ്റ് ദാറ്റ് ടൈം മോഹിനിയാട്ടം ലുക്ക്ഡ് എ ലിറ്റിൽ മോർ സംതിങ് ദാറ്റ് ഐ ക്യാൻ ലേൺ. കുറച്ചുകൂടെ സ്ലോ ആണ്, മറ്റേതുപോലെ ഫാസ്റ്റ് പേസ്ഡ് അല്ല. കാരണം ഞാൻ അങ്ങനെ ഡാൻസ് പഠിച്ചിട്ടില്ല. ബട്ട് ലേറ്റർ ഐ റിയലൈസ് എല്ലാത്തിനും അതിൻ്റേതായ തന്നെ ഡിഫിക്കൽട്ടി ഉണ്ട്. അവിടെ ഫാസ്റ്റ് പേസ്ഡ് ആണെങ്കിൽ മോഹിനിയാട്ടത്തിൽ അതുപോലെയുള്ള മെയ് വഴക്കം വേണം എന്നുള്ളതും. ബട്ട് ദാറ്റ്സ് സംതിങ് ഐ എൻജോയ് ഡൂയിങ് ആൻഡ് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ്. അത് ഓൾമോസ്റ്റ് 3 years ചെയ്തു. ദെൻ ഐ പെർഫോംഡ് ഓൺ സ്റ്റേജ്. അപ്പോൾ അതൊരു നല്ലൊരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാണ് നമ്മുടെ ലോക്ക്ഡൗൺ, കോവിഡ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നത്. സോ ആ സമയത്ത് ഒറ്റയടിക്ക് നമ്മുടെ മോഹിനിയാട്ടം ഒന്ന് സ്റ്റോപ്പായി. ദെൻ വി വാസ് ലൈക്ക് കൈൻഡ് ഓഫ് സിറ്റിംഗ് അറ്റ് ഹോം ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ വാട്ട് ടു ഡു എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് എന്തോ ഒരു ഇതിൽ ഞാൻ ചുമ്മാ ഇരുന്നൊരു ദിവസം ബോറടിച്ച് വരയ്ക്കാൻ തുടങ്ങിയതാണ് ഈ ഡൂഡ്ലിംഗ് എന്നുള്ള ഇതിലോട്ട് മാറിയത്. കാരണം ഐ ഡു നോട്ട് എ ബിഗ് പെയിൻറ്റർ. ഞാൻ അങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ ഡ്രോ ചെയ്തിട്ടില്ല ഇതിനു മുന്നേ. വല്ലതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഡൂഡ്ൽ ചെയ്യും. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഐ തിങ്ക് ഓഫീസിലായിരുന്നപ്പോൾ പോലും വെൻ ദർ ഇസ് എ മീറ്റിംഗ് ഗോയിങ് ഓൺ I realized ഞാൻ നല്ലപോലെ ലിസൺ ചെയ്യുന്ന സമയത്ത് my page will be full of pictures. It's not like any drawing but it's more like patterns. അപ്പോൾ അത് ഞാനൊന്ന് ചുമ്മാ ഒന്ന് നെറ്റിലൊക്കെ നോക്കി എന്തൊക്കെയാണ് അതിലുള്ള പോസിബിൾ. there are so many people like me who are doing this. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ഈ ഡൂഡ്ലിംഗ്. and then I realized I had the patience for it. And I sat and drew and മോൾ അതൊക്കെ കണ്ടിട്ട് പിള്ളേർക്ക് കണ്ടിട്ട് they were like how can you keep on doing the same thing? I said no, it relaxes me. കുറേ സമയം പോകുന്നു എന്ന് മാത്രമല്ല, ആ സമയം വെരി പ്രൊഡക്റ്റീവായിട്ട് പോകണം. ലൈക്ക് മൈ മൈൻഡ് ഒരുപാട് ശാന്തമാണ്. സോ അത് അങ്ങനെയാണ് ഡൂഡ്ലിങ്ങിലോട്ട് വന്നത്.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഡാൻസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് എനർജി ഈസ് ബിൽറ്റ് അപ്പ് ഇൻസൈഡ് യു, ഹൗ ഡു ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ക്രിസ് സാർ തന്നെ അന്ന് എൻ്റെ അടുത്ത് ഇത് കളരി ഇൻട്രൊഡ്യൂസ് ചെയ്തു. സ്കെപ്റ്റിക്കലായിരുന്നു ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്, പക്ഷേ എന്നാലും ചെയ്ത് നോക്കാം എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഇപ്പോൾ കളരി ഒരുവിധം ഞാൻ പല ഫുൾ കളരി പയറ്റല്ല, പക്ഷേ അവരുടെ സ്പെസിഫിക് പ്രോഗ്രാംസിലൊക്കെ ചെയ്തു. അത് കുറച്ച് പ്രോഗ്രസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നറിയുമ്പോൾ ഉള്ള ചില കാര്യങ്ങളുണ്ട്. പണ്ടൊക്കെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പം സ്പ്ലിറ്റ് ഇരിക്കുക അല്ലെങ്കിൽ സൈഡ് സിറ്റ് ഇരിക്കുക, ഇതൊന്നും എനിക്ക് ചെയ്യണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. സ്റ്റേജിലൊക്കെ ആൾക്കാർ ചെയ്യുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഉത്സാഹമാണ്. പക്ഷേ ഐ കുഡ് നെവർ ഡു ഇറ്റ്, കാരണം ഐ വാസ് ക്വൈറ്റ് എ പ്ലം പേഴ്സൺ അന്ന് മുതലേ. അപ്പോൾ ഇതിപ്പോൾ ചെയ്തു തുടങ്ങി, അപ്പോൾ അതിനകത്തൊരു പാഷൻ. സോ ഇപ്പോൾ അതിങ്ങനെ വേരിയഡായിട്ട് കളരിയിൽ ഞാനിപ്പോൾ ഫുൾ ടൈമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓൾസോ ഐ എം ഗിവിങ് ഹെൽപ്പിംഗ് ഔട്ട് ദ കളരി ബൈ ഗിവിങ് സ്മോൾ ലെസൺസ് ഓൾസോ ടു ബിഗിനേഴ്സ്. അപ്പം അതും ഒരു ഹാപ്പിനെസ്സാണ്. സോ ഐ റിയലൈസ്ഡ് ദാറ്റ് ഇതിനകത്ത് പാഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോർ മീ അറ്റ്ലീസ്റ്റ് ഇറ്റ് ഇസ് വർക്കിംഗ് ഓൺ എ ഫീൽഡ് വിച്ച് ഐ എം ഹാപ്പി ഇൻ ആൻഡ് വർക്കിംഗ് വിത്ത് പീപ്പിൾ അറ്റ് ദ സെയിം ടൈം. അപ്പോൾ ഇതിൽ കളരി എന്ന് പറയുന്നത് നമുക്ക് കുറേ പേര് പഠിപ്പിക്കാൻ പറ്റും. പണ്ട് എപ്പോഴോ എനിക്കാണ് കൊച്ചിക്കാലത്ത് കണ്ടു ഐ വോണ്ടഡ് ടു ബി എ ടീച്ചർ. സോ ദാറ്റ് ഡ്രീം ഇസ് ഫുൾഫിൽ. ഇറ്റ്സ് ലൈക്ക് ചെക്ക് മാർക്കിംഗ് ഈച്ച് ആൻഡ് എവറിത്തിങ്. ഡാൻസിൽ ഐ കണ്ടിന്യൂ ഡൂയിങ് റൈറ്റ് നൗ, ഓൺലൈനായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ആൻഡ് റീസെൻ്റ്ലി വി ഗേവ് 2 പെർഫോമൻസസ് ആഫ്റ്റർ ദ ടെമ്പിൾസ് ഓപ്പൺ. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് ഈ ഡൂഡ്ലിങ്ങിൻ്റെ നെക്സ്റ്റ് ലെവലാണ് ഞാൻ മ്യൂറൽ ടേക്കപ്പ് ചെയ്തത്. ആൻഡ് ഐ റിയലൈസ് ഐ ഹാവ് ദ പേഷ്യൻസ് ആൻഡ് the will to do it. And Kerala mural painting is not like any other painting where you think of some image and scenery and then you draw. നമ്മൾ ഒരുപാട് റൂൾസിനകത്തും റെസ്ട്രിക്ഷൻസിനകത്തും നിന്ന് വരയ്ക്കേണ്ടതാണ്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ലേണിംഗ് ടു റൈറ്റ് വിത്തിൻ ഡബിൾ ലൈൻസ് ആൻഡ് ദെൻ പെയിൻറ്റിങ് ആൻഡ് ഷെയ്ഡിങ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. സോ ഐ എൻജോയ് ഡൂയിങ് ദാറ്റ് ടു. സോ റീസെൻ്റ്ലി ഞാനൊരു നല്ലോണം ഫിനിഷ് ചെയ്തു. ഒരു ഇച്ചിരി കുറച്ച് വലുതായിപ്പോയി, അതുകൊണ്ട് ഇച്ചിരി ടൈം കൂടുതലെടുത്തു. ആൻഡ് അതിൻ്റെ ബെസ്റ്റ് ഇതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ഞാനത് എല്ലാവരും കാണിച്ചപ്പോഴാണ് എല്ലാവർക്കും അതിൻ്റെ കൊള്ളാം, എന്നാൽ ഒരു ഓർഡർ തരട്ടെ എന്ന് പറഞ്ഞു. സോ ഐ ഹാവ് ഗോട്ട് മൈ ഫസ്റ്റ് ഓർഡർ ടു, വിച്ച് ഇസ് വെരി എൻകറേജിങ്. സോ അങ്ങനെയാണ് ഈ പാഷൻ വന്നത്. ഇപ്പോഴും ഇനി ഇതിലേത് എന്ന് വൺ ടൈമായിട്ട് നമുക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് വേരിയിങ് ബിക്കോസ് ഡു യു ഹാവ് ഡിഫറെൻറ്റ് എനർജി ലെവൽസ് ത്രൂ ഔട്ട് ദ ഡേ ഓർ ത്രൂ ഔട്ട് ദ ഇയർ. അപ്പോൾ ചില സമയത്ത് സം തിങ്സ് ടേക്ക് അപ്പ് മോർ പ്രയോറിറ്റി. അങ്ങനെയാണ് അത് ഇങ്ങനെ പല പല വേരിയഡ് തിങ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കം ടു തിങ്ക് ഓഫ് ഇറ്റ്, ഒരു പാസ്റ്റ് ലൈഫിൽ ഒരു നേരത്തെ വന്ന വഴിയിൽ മുഴുവനും IT-യും അവിടുത്തെ മീറ്റിങ്ങും അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഇപ്പോഴത്തെ ലൈഫ്, ഹൗ ഡു യു കമ്പയർ ദീസ് ടു? അയ്യോ, അത് കമ്പയർ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ദോസ് ആർ ബോത്ത് ആർ 2 ഡിഫറെൻറ്റ് തിങ്സ്. ഇപ്പം ഞാനത് ചോദിച്ചാൽ ഹൗ ഡിഡ് ഐ എവർ ഡൂ ദാറ്റ് എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ മനസ്സിൽ വന്നു തുടങ്ങി. കാരണം നമുക്കെല്ലാം സെറ്റായിരുന്നു ലൈഫ്. ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ദ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡൺ, ദെൻ ഗോ ടു ഓഫീസ്, കം ബാക്ക്. സോ യു ഡോണ്ട് ഹാവ് ടു പ്ലാൻ ടു മച്ച് ഫോർ ദ ഡേ, എവറിത്തിങ് ഇസ് പ്ലാൻ ഫോർ യു. ദെൻ മീറ്റിങ്സ്. അപ്പം ഇപ്പം അങ്ങനെ അല്ല. ഐ ഹാവ് ടൈം ഇൻ മൈ ഹാൻഡ്സ്. ഇപ്പോഴത്തെ ടെൻഷൻ എന്ന് വെച്ചാൽ ആം ഐ വേസ്റ്റിംഗ് ടൈം എന്നുള്ളതാണ്. ഇത്രയൊക്കെ ചെയ്താൽ മതിയോ? കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇപ്പം കോർപ്പറേറ്റിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഹാഫ് ഇയർലി ഒക്കെ നമുക്കൊരു റിവ്യൂ സെഷനൊക്കെ ഉണ്ട് ടു ലുക്ക് അറ്റ് വാട്ട് യു ഹാവ് ഗോൺ ത്രൂ. ഇവിടെ നമുക്കിപ്പോൾ അങ്ങനെ ഒന്നും ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാരണം വാസ് ഐ വേസ്റ്റിംഗ് മൈ ടൈം ദ ഹോൾ എന്നൊരു ഇടയ്ക്കൊരു ഡൗട്ടൊക്കെ വരും. പിന്നെ ഞാൻ ചെയ്ത പടത്തൊക്കെ അല്ലെങ്കിൽ നോക്കുക, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഫൈൻ. ബട്ട് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ടു സ്പെൻഡ് ടൈം വിത്ത് ദ ഫാമിലി. ഐ വർക്ക്ഡ് ഓൾമോസ്റ്റ് 22 years. അപ്പോൾ കുട്ടികൾ വളരെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഓഫീസിൽ അങ്ങനെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റിയതും. കാരണം പല വേരിയിങ് ടൈംസിലുള്ള മീറ്റിങ്സ്, അവരുടെ പല പ്രോഗ്രാംസും ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. Kind of they became very independent because of the way I worked. കാരണം നമുക്ക് ഫ്ലെക്സിബിൾ ടൈംസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഫ്ലെക്സിബിൾ ആണ്. പക്ഷേ യു ഹാവ് മീറ്റിംഗ് അറ്റ് പ്രോബ്ലി സ്റ്റാർട്ട്സ് ഫ്രം 6:30 ലേറ്റ് ഇൻ ദ നൈറ്റ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഫ്ലെക്സിബിൾ ആവണം, കൂടെയുള്ള ഫാമിലി എല്ലാവരും ഫ്ലെക്സിബിൾ ആവണം. ആൻഡ് എവരിബഡി അഡ്ജസ്റ്റ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഐ എം ഏബിൾ ടു പ്ലാൻ മൈ ലൈഫ്. മറ്റേത് മൈ ലൈഫ് വാസ് പ്ലാൻ ഫോർ മീ എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ഒരുപാട് ഡിഫറൻസ് വെച്ചാൽ സഡൻലി ദർ ഇസ് എ ഷ്രിങ്കേജ് ഇൻ ദ നമ്പർ ഓഫ് പീപ്പിൾ യു മീറ്റ് ആൻഡ് ദ നമ്പർ ഓഫ് ക്രിയേറ്റീവ് തിങ്സ് ദാറ്റ് യു യൂസ് ടു ഡു എന്നുള്ളത്. ബട്ട് ദ ഏരിയ ഹാസ് ചേഞ്ച്ഡ്. അതുപോലെ ഓപ്പൺ അപ്പ് ചെയ്ത് ഇവിടെയും അതുപോലെ ക്രിയേറ്റീവായിട്ട് ഓരോന്ന് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പണ്ട് ഡോക്ടറൽ സ്റ്റഡീസിൻ്റെ സമയത്ത് ISBN ഉള്ള ഒരു ഡോക്ടറൽ തീസീസ് പുറത്തിറങ്ങിയിരുന്നു.
ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് വണ്ടർഫുൾ സോൾഫുൾ ബ്ലിസ്ഫുൾ എന്ന ബുക്കിനകത്ത് മുത്തശ്ശിയെക്കുറിച്ചുള്ളൊരു കഥ പറയുന്ന ആ ഒരു രീതി. ഹൗ fulfilling or how exciting is to be a writer? എനിക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയണം. കോമ്പസിഷൻസും ഒക്കെ പണ്ട് എഴുതി ഔട്ട്ലൈൻ സ്റ്റോറിയൊക്കെ എഴുതി ഓർമ്മയുണ്ട്. ബട്ട് ഐ ന്യൂ വൺ തിങ് ഇസ് ദാറ്റ് എനിക്ക് ഒരു ഇൻസിഡൻറ്റ് ഒരാളോട് പറയുമ്പം ഐ ന്യൂ ഐ കുഡ് മേക്ക് ഇറ്റ് വെരി എക്സൈറ്റിംഗ് ഓർ മേക്ക് ഇറ്റ് വെരി ബോറിങ് ഡിപ്പെൻഡിങ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഒരു ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഉള്ള ഒരു ഓതേഴ്സിൻ്റെ ബുക്കിൽ പറഞ്ഞപ്പം ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് എഴുതിയതാണ്. ബട്ട് സഡൻലി വെൻ ഐ റോട്ട് ഇറ്റ് അപ്പാരൻ്റ്ലി എവരിബഡി ലൈക്ഡ് ഇറ്റ്. ദ വേ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് എനിക്കൊരു നല്ലൊരു എന്താ പറയുക മോട്ടിവേഷനാണ്. ബിക്കോസ് I have a lot of experiences in life. I have lived alone without my parents, with my grandma, because they were also working. പിന്നെ I had ഒരു kind of joint family ആയിരുന്നു, at least during the vacations. So there is a lot of funny memories that I have with my cousins and friends that could actually become good stories. അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റും. പക്ഷേ അത് എഴുതുന്നത് ഇപ്പോൾ എന്ന് വെച്ചാൽ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ somehow I feel that I should sit in one place and think and ഒരുപാട് ആലോചിച്ചെന്തോ അത് മാത്രം നടക്കുന്നില്ല. സോ മറ്റേതുപോലെ അതിന് ഗൈഡിങ്ങിന് ടീച്ചേഴ്സ് ആരുമില്ല. ഇപ്പം മ്യൂറൽ പഠിക്കാനാണെങ്കിലും ഒരു ടീച്ചർ വന്നൊരു പ്ലാൻ എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ദിസ് ഇസ് അപ് ടു മീ ടു റൈറ്റ്. ദെൻ നൗ ഐ ഹാവ് ടു ഫൈൻഡ് എ വേ ടു ഫൈൻഡ് എ ടൈം എന്നല്ല, ശരിക്കും ഫൈൻഡ് ടൈം ഉണ്ട് കയ്യിൽ. പക്ഷെ അത് ഇതിനു വേണ്ടി മാറ്റി വെച്ച് അതിനു വേണ്ടി ഇരിക്കുക എന്നുള്ളത് എന്തോ ഒരു ചെറിയ പേടിയുണ്ട് എഴുതാനായിട്ട്, അതേ ഉള്ളൂ. ബട്ട് the response was really nice. I think by end of this month ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുള്ളൂ ഞാൻ ആകെ. Hopefully everybody else will like it. Now come to think of it, ഒരു whole list of names, being a woman, സ്കൂളിലുണ്ടായിരുന്ന ഒരു ടോംബോയ് പേഴ്സൺ, കോളേജിൽ സ്റ്റേജിൽ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചെല്ലുന്ന ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ഡാൻസർ, അതിനുശേഷം പഠിച്ച് ഡോക്ടർ ലെവലിലേക്ക് മാറിയ ഒരു ലേഡി, വളരെ പവർഫുള്ളായിട്ട് കോർപ്പറേറ്റ് വേൾഡിൽ പല കാര്യങ്ങളും ചെയ്തൊരു ലേഡി, അവിടെ നിന്ന് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു മദർ. And the journey goes on to become a dancer, become a mural artist, becoming a writer, becoming a doodle teacher. അങ്ങനെയുള്ള പല ലെവലിലേക്ക് വന്നിട്ട് which one would you say is the most satisfying part of womanhood which you have lived through? All these stages, they were all transient എന്ന് മാത്രമേ പറയാനുള്ളൂ. The best part is that realizing who I am and what my capabilities are and being strong enough to actually do what I want to do. കാരണം അതെല്ലാ വിമനിലും ഉണ്ട്. ബട്ട് സംഹൗ അതാരും റിയലൈസ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മളൊരു പ്രതിസന്ധിയിൽ ഞാൻ പല പ്രതിസന്ധികൾ പെടുക എന്നുള്ളത് എൻ്റെ ഒരു ക്ലീഷേ കൈൻഡ് ഓഫ് തിങ് ആണ്, എപ്പോഴും അത് തന്നെയാണ്. അപ്പോൾ അതിൽ പെടുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എങ്ങനെ അതിജീവിക്കുക എന്നുള്ളത്. സോ ഈച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്സ് ഐ ഹാവ് ഗോൺ ത്രൂ എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. മേ ബി ദ ഹാപ്പിയസ്റ്റ് വാസ് മൈ ചൈൽഡ്ഹുഡ്, നെവർ എൻ ഇഷ്യൂ. അത് കഴിഞ്ഞിട്ടുള്ള ലൈഫ്, കുട്ടികളെ വളർത്തുന്നതാണേലും വാസ് ഐ എ ഗുഡ് മദർ എന്ന് ചോദിച്ചാൽ എനിക്ക് നല്ല മാർക്ക് കൊടുക്കില്ല. കാരണം ദേ കൈൻഡ് ഓഫ് ഗ്രൂ അപ്പ് ഓൺ ദെയർ ഓൺ. ബിക്കോസ് ഞാൻ വർക്കിംഗ് ആണ്, ഒരുപാട് കാര്യങ്ങൾ അവരുടെ മിസ്സായി പോയിട്ടുണ്ട്. ഡോട്ടിങ് മദറായിട്ട് ഞാൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു മദർഹുഡ് വാസ് ഇറ്റ്സ് പെർഫെക്റ്റ് എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ആർ ദേ ഹാപ്പി? ദേ ആർ ഹാപ്പി കിഡ്സ്. അവരവരുടേതായ ലൈഫിൽ കുറച്ച് തനിയെ നിൽക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. പക്ഷേ ബീയിങ് എ വുമൺ നമ്മുടെ സൊസൈറ്റിയിൽ ഇച്ചിരി ഒന്ന് നമുക്ക് ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം. നമ്മളും തള്ളി നിന്നാൽ മാത്രമേ ഇപ്പോഴും നമ്മളെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ ആ തള്ളി നിൽക്കുന്നതിനും അതിൻ്റേതായ ഇഷ്യൂസ് ഉണ്ട്. വി ആർ കൺസിഡേർഡ് ടു ബി അറഗൻറ്റ്, അങ്ങനൊരു ഇതിൽ വരുമ്പോഴത്തേക്കും ഇറ്റ്സ് ബയസ്ഡ് കൈൻഡ് ഓഫ്. പിന്നെ നമ്മൾ കുറേയൊക്കെ ഇപ്പോൾ ഇഗ്നോർ ചെയ്യുകയാണ്. കാരണം you realize later on ഇതൊന്നും doesn't matter. Nobody is going to be there if when you are sad or upset or lonely. You have to find a place for yourself. You have to do what you like doing. Even if it is gardening, just do it. അതിപ്പം അവരെന്ത് പറയും ഇവരെന്ത് പറയും അങ്ങനെ കുറേ നാൾ എൻ്റെ ലുക്കിംഗ് ബാക്ക് ലോട്ട് ഓഫ് മൈ ലൈഫ് ഇറ്റ് ഇസ് ഗോൺ ലൈക്ക് ദാറ്റ്. വാട്ട് വിൽ പീപ്പിൾ സേ എന്നുള്ള ഒരു ക്വസ്റ്റ്യനിൽ people will say whatever they want, whenever they want, whether you are good or bad or successful or unsuccessful. There will be always somebody to say something. Are you happy with yourself? Are you happy doing what you want to? എന്നുള്ള മാത്രമേ ഇപ്പോൾ ഞാൻ നോക്കുന്നുള്ളൂ. Before we move on to saying about the final words of passion, വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ
being a graded artist in All India Radio for Veena. And also പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന ബെഞ്ചി എന്ന ആ ഒരു K9 ലവർ ഐ വുഡ് സേ, ആ ഒരു രണ്ട് ആസ്പെക്ട്സും കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം ഇത്രയും ഒരു ലിസ്റ്റിനകത്ത് വിട്ടുപോകാൻ സാധ്യതകൾ കൂടുതലാണ്, ബിക്കോസ് അത്രയും ഒരു മൾട്ടി ഫാസറ്റഡ് പേഴ്സണാലിറ്റി ആയതുകൊണ്ട് ചോദിക്കാം. മൾട്ടി ഫാസറ്റഡ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഐ മീൻ ഫ്രം ഏർലി ചൈൽഡ്ഹുഡ് എനിക്ക് കിട്ടിയ ഒരു വലിയ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഐ ഹാഡ് എ വെരി മോട്ടിവേറ്റിംഗ് ഗ്രാൻഡ് മദർ. എനിക്ക് എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും ഷീ വുഡ് ഓൾവേസ് motivate me, try it at least once എന്നുള്ളത്. I have gone through all sort of Kathakali dance performance without understanding anything, but just sat there and went through it. അത് കഴിഞ്ഞിട്ട് her only, so she would ask something back, why don't you learn singing? അപ്പോൾ എനിക്ക് സിംഗിങ് ക്ലാസിക്കൽ കർണാട്ടിക് സിംഗിങ് വാസ് നോട്ട് സംതിങ് ഐ എൻജോയ്ഡ് ഈവൻ ലിസണിങ് ടു. പക്ഷേ just to satisfy her I went and studied for 7 years. And I think finally my music teacher got tired of my singing, because I was not interested at all. ഒരിക്കലും ഞാൻ പ്രാക്ടീസ് ചെയ്യില്ല. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് മൈ മദർ സെഡ് വൈ ഡോണ്ട് യു ട്രൈ എ ന്യൂ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞ് വീണ കൊണ്ടുവന്നത്. അപ്പോൾ ഈ സിംഗിങ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഐ കുഡ് പ്ലേ ഇറ്റ്. അപ്പോൾ പ്ലേ ചെയ്തപ്പോഴത്തേക്ക് സഡൻലി ദർ ഇസ് എ ലിറ്റിൽ സെൻറ്റർ സ്റ്റേജ്, മൈ സ്റ്റേജ് തിങ് വാസ് സാറ്റിസ്ഫൈഡ്. പക്ഷേ അതിലും എനിക്കങ്ങനെ everybody else enjoyed what I was playing, but for me I did not enjoy it very much. പക്ഷേ അതിലും എപ്പോഴും ഇപ്പോൾ എൻ്റെ വീട്ടിൽ എന്ത് ചെയ്താലും അതിൽ ബെസ്റ്റ് ആവണം എന്നൊരു ഇത് ലൈന് എല്ലാവർക്കും ഉണ്ട്, എനിക്ക് മാത്രമല്ല എല്ലാവരുടെ അടുത്തും പറയുന്നത്. അപ്പോൾ അങ്ങനെ ബെസ്റ്റ് ആയതാണ്. പ്രാക്ടീസ് ഫോർ ക്വൈറ്റ് എ ബിറ്റ് ആൻഡ് വെൻ ടു ഓൾ ഇന്ത്യ റേഡിയോ ഫോർ എൻ ഓഡിഷൻ. അപ്പം ഓൾ ഓഫ് എ സഡൻ ഐ എം ലൈക്ക് അൻ ആർട്ടിസ്റ്റ് റെക്കഗ്നൈസ് ദെയർ. ഐ ഡിഡ്ന്റ് ഈവൻ നോ അതെന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല ഇന്നും അന്നും, അതോടുകൂടി അത് തീർന്നതാണ്. പക്ഷേ സഡൻലി ഐ വാസ് റെക്കഗ്നൈസ്ഡ് ആസ് എൻ ആർട്ടിസ്റ്റ്. അപ്പോൾ അങ്ങനെ അതവിടെ നിന്നു. പക്ഷേ ഇപ്പോഴും വീണ ഉണ്ട് വീട്ടിൽ, വായിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ദാറ്റ്സ് നോട്ട് ടേക്കൺ അപ്പ്. മേ ബി അലോങ് ദ വേ സം ഡേ ഐ വിൽ ടേക്ക് ഇറ്റ് അപ്പ് അഗൈൻ. പിന്നെ കനൈൻ ലവർ, അത് ഞങ്ങളുടെ വീട്ടിൽ എനിക്കോട് ഓരോരുത്തരുടെ വീട്ടിലൊക്കെ ഒരുപാട് പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്ന ബെഞ്ചി എന്നൊരു ഡാഷൻ്റാണ്, വാസ് വെരി അറ്റാച്ച്ഡ് ടു ഇറ്റ്. പക്ഷേ ഈ അങ്ങനെ ഇരുന്നപ്പോഴാണ് ചുമ്മാ അവിടെയും നമ്മൾ സ്റ്റേജിൻ്റെ ഇതായത് ഇവിടെ ഒരുപാട് ഡോഗ് ഷോസ് നടക്കുന്നുണ്ടായിരുന്നു. സോ ഐ ടുക്ക് ഹിം ദെയർ ആൻഡ് സംഹൗ ദിസ് ഗൈ വൺ ദ പ്രൈസ്. ആൻഡ് നെക്സ്റ്റ് ഡേ മൈ നെയിം ഇസ് ഇൻ ദ പേപ്പർ ആസ് എ ഓണർ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു കുറേ നാൾ. പിന്നെ അതിനെ നന്നാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു. ഐ എൻജോയ് വർക്കിംഗ് വിത്ത് ആനിമൽസ്. എന്ന് വെച്ചാൽ ഇത്രയും ഇന്നസെൻ്റ് ആയിട്ട് ഇത്രയും സ്നേഹമുള്ള വേറെ ആരുമില്ല, മനുഷ്യരെ പോലെ അല്ല. Very unconditional and loving, and at times you can continue talking to them when you are depressed and lonely. Sometimes having a pet is the best thing. ഇപ്പം ഞാനൊരു അപ്പാർട്ട്മെൻറ്റിലാണ്, അതുകൊണ്ട് എനിക്ക് ഡോഗ്സ് പറ്റില്ല. ഇപ്പം എനിക്ക് 2 പൂച്ചകളാണുള്ളത്. അതിനെ നോക്കി അതുമായിട്ടൊക്കെ സംസാരിച്ച് നമ്മുടെ സമയം പോകുന്നു. സോ ദാറ്റ്സ് വിത്ത് ആനിമൽസ്. ഇത്രയും അധികം വെറൈറ്റി ഇൻ ലൈഫ് കണ്ടതിന് ശേഷം what would you suggest to a person who is struggling, because you have gone through a lot of struggles? ആ സ്ട്രഗിൾസിലൂടെ പോകുമ്പോഴെല്ലാം somehow you were floating ahead. ആ ഒരു മൂമെൻറ്റിൽ what was the lesson you learned which you would like to give to other people who are watching over a cup of tea? അത് നമ്മൾ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യും. നമ്മൾ കൊച്ചിലോട്ട് വളർന്നതിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട്. എനിക്ക് എപ്പോഴും കിട്ടിയൊരു അഡ്വൈസ് എന്ന് വെച്ചാൽ യു ആർ ബോൺ ടു ലിവ്. ആ ലൈഫ് നമ്മൾ ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കണം, നോ മാറ്റർ വാട്ട്. അഡ്വേഴ്സിറ്റീസ് വിൽ കം. അപ്പം ആ ഒരു അഡ്വൈസ്, കാരണം ഐ ഹാവ് സീൻ മൈ ഗ്രാൻഡ് മദർ ഡു ദാറ്റ്. ഷീ ബിക്കെയിം എ വിഡോ അറ്റ് ദ ഏജ് ഓഫ് അറൌണ്ട് 30 വിത്ത് 5 kids. അപ്പം ആ പുള്ളിക്കാരി 5 മക്കളെയും വളർത്തി. But at the same time she followed her passion of watching Kathakali or enjoying that. അത് കണ്ടാണ് ഞാൻ വളർന്നത്. സോ എനിക്കും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായപ്പോഴും I was much more blessed than her in the sense that I studied, I had a job. So അത് I could stand on my own feet. അപ്പോൾ അത് is a blessing. അത് വെച്ചിട്ട് then what are you looking for? Be strong, stand on your own feet. ആൾക്കാർ പറയുന്ന ആദ്യമൊക്കെ നല്ല വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിലും then the day I started not listening to them or standing up to them, it stopped. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ബീങ് arrogant or being rude to people, but you have to state your point. This is where I stand. ഇതാണ് എൻ്റെ പാത്ത്. I prefer to be this way. You don't like it? I'm not asking you to like it.
But I enjoy doing it. But you don't go around, causing harm to others. That's all I can tell people. Pinne, you have to love yourself and do something for yourself. അതാണ് കുറേ നാൾ ഞാൻ ആക്ച്വലി ചെയ്യാതിരുന്നത്. ഐ വാസ് ലൈക്ക് ബിറ്റ്വീൻ വർക്ക് ആൻഡ് കിഡ്സ് അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നിട്ട് then you lose it after some time. You don't know what you are doing. It's like a mechanical life. ഇതിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ യു ഹാവ് ടു സ്റ്റാർട്ട് ഡൂയിങ് തിങ്സ് ഫോർ യുവർ സെൽഫ്. അത് ഇപ്പം ഫസ്റ്റ് ആ മോഹിനിയാട്ടം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഐ വാസ് ഡൂയിങ് സംതിങ് ഫോർ മൈ സെൽഫ് വിച്ച് നോബഡി കമ്പൾഷനിൽ ചെയ്ത, നോബഡി പറഞ്ഞൊരു കമ്പൾഷനല്ല, ഞാൻ തന്നെ വിചാരിച്ച് ചെയ്ത് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. അതുപോലത്തെ ഒരു ഇഷ്ടം നമ്മൾ കണ്ടുപിടിക്കണം. സം പീപ്പിളിന് അത് ചിലപ്പോൾ മ്യൂസിക് പാടുന്നതായിരിക്കാം, ഒന്ന് സിമ്പിൾ തയ്ക്കുന്നതായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ യു ഹാവ് ടു ഫൈൻഡ് ടൈം ഫോർ യുവർ സെൽഫ്. യു ഹാവ് ടു സ്പെൻഡ് ടൈം ഫോർ യുവർ സെൽഫ്, യുവർ ഗ്രോത്ത് ഓൾസോ. കാരണം നമ്മൾ ഹാപ്പി ആവും തോറും നമ്മുടെ കൂടെയുള്ള ഫാമിലി വിൽ ബി ഹാപ്പി. ബിക്കോസ് ദേ ഡോണ്ട് വോണ്ട് ടു സീ എ മൊറോസ് പേഴ്സൺ. They don't want to see a fake person who's just smiling for the sake of smiling. It has to be genuine. Now, if you're happy with yourself, that happens. അപ്പോൾ you have to be happy with yourself. And നമുക്ക് അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതിനു വേണ്ടി ആഴ്ചയിൽ ഒരു 2 മണിക്കൂറെങ്കിൽ അതെങ്കിലും ചെയ്ത് നമ്മൾ ആദ്യം ഹാപ്പി ആവണം. എന്നാൽ നമുക്ക് ചുറ്റുമുള്ളവരെ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ. Really thankful for the time you have spent, because മൈക്കിന് മുന്നിലോ ക്യാമറയുടെ മുന്നിലോ വരുന്നത് സ്റ്റേജിൽ നിന്ന് വ്യത്യസ്തമാണെന്നറിയാം. But in one word, if you are to be introduced before a whole group of people on stage, center stage il varumbo, what would that name be? Sridevi Pillai, so and so, so and so, so and so. What would it be? അത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ശ്രീദേവി പിള്ളൈ ഓണർ ഓഫ് ഹെർ ഓൺ ലൈഫ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ഐ ജസ്റ്റ് ഡു വാട്ട് ഐ ലൈക്ക് ഡൂയിങ് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം. റൈറ്റ് നൗ ദിസ് ഇസ് വാട്ട് ഐ എൻജോയ് ഡൂയിങ് ആൻഡ് ഐ വിൽ കീപ് ഡൂയിങ് ദാറ്റ് till I find something which is more interesting, and I'll try to achieve it. ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കും. നമുക്ക് പറ്റുന്നതാണെങ്കിൽ നടക്കും. But you have to own your own life. You have to take care of it. Thank you very much. Thank you.